നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവനാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത്. സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവരെയും ബഹുമാന പുരസ്കാരം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. 2020 അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ 5ാമത് വാർഷിക ബജറ്റ് ഏറെ അഭിമാനത്തോടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അധികാര വികേന്ദ്രീകരണ പദ്ധതികൾ തുടങ്ങിയതിൽ പിന്നെ വികസനത്തിൻ്റെതായ വലിയ സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ്. അധികാരവും ധനവും താഴെത്തട്ടിലേക്ക് 9ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഇങ്ങോട്ട് ലഭ്യമായതോടെ ഏതൊരു പദ്ധതികളും ഗ്രാമസഭയിൽ കൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തികച്ചും കാർഷിക പ്രാധാന്യമുള്ള പ്രദേശമാണ്. എല്ലാ കാലത്തും കാർഷിക മേഖലയ്ക്ക് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തി വന്നിട്ടുള്ളത്. എല്ലാ കാലത്തും വാഴകോണം പദ്ധതി നടപ്പിലാക്കിയതിൽ പിന്നെ വാഴകൃഷിയിൽ സ്വയം പര്യാപ്തതയിലേക്ക് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ചു കാലമായി വന്യമൃഗശല്യം കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷത വഹിച്ചു. 5ാമത് ബഡ്ജറ്റാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിച്ചു. പ്രത്യേകിച്ച് സേവന മേഖലയിൽ നല്ല ഇടപെടലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പശ്ചാത്തല വികസനം ഏറെ പ്രധാനമാണ്. അതിനുവേണ്ടിയുള്ള നല്ല മുന്തിയ പരിഗണനയാണ് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ഗംഗാധരൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം റോജ, സി സൈൽരാജ് മാസ്റ്റർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി അശോകൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി സൗമിനി, പി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് പഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ സ്വാഗതവും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. കാർഷിക മേഖലയ്ക്ക് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. 34,16,61,218 രൂപ വരവും 32,95,01,000 രൂപ ചെലവും 1,20,09,218 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.